ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്നും കയറില്ല. പാര വ്യൂ അല്ലേ, നമുക്ക് സെറ്റ് തന്നെ കാണാം. പാർക്കിൻ്റെ പേരാണ് മോയർ പാർക്ക്. ടോപ്പിന് കയറി കഴിഞ്ഞാൽ നേരൊന്നൊരു വ്യൂ ഉണ്ട്. ശരിക്കും ഈ ഒരു വ്യൂ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽ ഗുണാക്കി എത്തണമെങ്കിൽ വ്യൂ പോയിൻ്റ് ഇല്ലേ, റോക്ക് ടോപ്പ് വ്യൂ പോയിൻ്റ്, അവിടെ നിന്ന് കണ്ട അതേ വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷേ സിമ്പിളായി പറഞ്ഞാൽ ഈ ഒരു കാള സ്പോട്ടും അതും മാത്രം തന്നെ ഉള്ളൂ. വലുതായിട്ട് കാര്യമായിട്ട് 10 റുപ്യ ചാർജ് കൊടുത്ത് വാങ്ങിക്കേണ്ട വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സുമാർ ഒരു വേണം വേണ്ട എന്നുള്ളത് തോന്നിക്കും. ആവറേജ് 10 റുപ്യ ഉള്ളൂ, അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല, ഒന്ന് കണ്ടിട്ട് പോകാം. പക്ഷേ ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ബൾക്ക് എമൗണ്ട് ആവും. അതിനേക്കാൾ ഒരുപാട് സാധനങ്ങൾ ബാക്കി സ്പോട്ടിലേക്ക് പോവാം. കൊടൈക്കനാൽ വരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഈ സ്ഥലങ്ങളിലൊന്നും ജിയോ, എയർടെൽ, BSNL റേഞ്ച് ഉണ്ടായില്ല. അപ്പോൾ റേഞ്ചുള്ള സിമ്മുമായിട്ട് വന്നിട്ട് നിങ്ങൾ അടുത്തുള്ള സ്പോട്ട് തപ്പിക്കഴിഞ്ഞാൽ ഉത്തമമായി. അപ്പോൾ ഇതൊരു ഷെയറായിട്ട് നിന്ന് ഓടുകയാണ്. നമ്മുടെ വണ്ടി എവിടെയാണ് നിർത്തിയത് ഷെയറായിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ അവിടെ ലൈനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പേര് നമ്മളെ കൂടെ കയറിയില്ല. ഷെയറായിട്ട് കൂടെ പോയിട്ട് വേണം ബാക്കി സെറ്റപ്പ് ചെയ്യാനായിട്ട്. സമയം 1:45. നല്ല വിശപ്പില്ല. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സുഖമായിട്ട് ചൂടറിയില്ല. അപ്പോൾ എന്തായാലും വണ്ടി കയറട്ടെ ഗൈസ്. വണ്ടി കയറിട്ട് സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. ടോപ്പ് വ്യൂ ഗൈസ്. അപ്പോൾ റേഞ്ച് വന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് അവിടെ വെച്ച് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ലേക്ക് പോയിന്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഓരോ സെക്ഷനായിട്ട് ഇട്ടിട്ട് വരുന്നത്. ഒന്നും വിചാരിക്കില്ലേ, കാരണം അത്രമാത്രം സ്പോട്ടുകൾ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എന്ത് നീ കപ്പല ഓടിക്കണോ? വണ്ടി വരില്ലല്ലോ. റിവേഴ്സ് ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. ഫ്രണ്ടിലാണെങ്കിൽ പിന്നെ നോക്കായിരുന്നു. ഓടിയില്ല, അങ്ങോട്ട് പോണടാ. ശിവാട്ടനാണ് ഗിയറായി ചേട്ടാ. ഓടിച്ചു ചേട്ടാ. എങ്ങടി ഓടിക്കണേ? തിരിയുണ്ടല്ലോ, നോക്കി പയ്യെ തിരിയുള്ളൂ. ഒന്നും ചേട്ടാ അല്ലുണ്ട്. അവര് വരുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോ ബോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ ഞാൻ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. റിവേഴ്സ് ഫ്രണ്ടിലേക്കാണെങ്കിൽ പിന്നെയും ചവിട്ടായിരുന്നു. റിവേഴ്സ് അത് ഓടിച്ചാ പിന്നെ ഓടി ഇങ്ങ് ശരിയാക്കടാ.
ഇപ്പോഴാണ് സുഖമായിട്ട് പോണത്. അവർ തുഴഞ്ഞു വരുന്നതാ. അത് അങ്ങനത്തെ എടുക്കായിരുന്നു അല്ലേ? അത് അയാൾ തുഴയും, നമ്മൾ തുഴയുണ്ടോ? അങ്ങനെയാണ്. വണ്ടി സെറ്റ് ആയി നമുക്ക്. ശരിക്കും വണ്ടിന്റെ ഫ്രണ്ട് ഇതാണ്. അവിടെ കൊണ്ടുപോകും കേട്ടോ. അത് ഇങ്ങോട്ട് ചവിട്ടി ഇങ്ങനെ പോവാ, അങ്ങോട്ട് ചവിട്ടി അങ്ങനെ പോകും. നിങ്ങൾ തന്നെ അങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് തന്നെ ചവിട്ടി കൊണ്ടുപോകാം. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട ശരിക്കും റൂട്ട് മതം പറഞ്ഞു കറക്റ്റായിട്ട്. ഹലോ ഗൈസ്. ആയാ ഗ്യാപ്പായാ? ആ മതി 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 മതി. ഓടിച്ചോടാ. എന്നടാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ തുറച്ചിട്ടുണ്ടാവുമ്പോ നമ്മള് ഇത് ഞാൻ കൈ കൊണ്ട് തൊടയട്ടെ. എന്നാ പിന്നെ സ്റ്റെയറിംഗ് അങ്ങോട്ട് ഓടിക്കുന്ന കുട്ടു. ആ ചവിട്ട് മെല്ലെ ചവിട്ട്. ബാക്കിലെ പോണത് മാമ ചവിട്ടണം അങ്ങോട്ട് ബാക്കിലേക്ക്. പിന്നെ ചവിട്ടിലേക്ക് വന്നു. ഇപ്പോൾ കൊടൈക്കനാൽ വന്നിട്ട് വണ്ടി അവിടെ നിർത്തി നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സംവിധാനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഉച്ച സമയത്ത് തന്നെ ഏകദേശം നല്ല തിരക്കാണ് കോടതിയിൽ. മൊത്തത്തിൽ നല്ല വിശപ്പ്. സമയം 3:30 ഇനിയും കഴിച്ചില്ല. അപ്പം ഇനി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് மீல்ஸ் தவிர எல்லாமே ഗൈസ് 4:30 ആകുമ്പോഴേക്കും മഞ്ഞ് പൊങ്ങി തുടങ്ങി. നമ്മൾ മേലിന്ന് നേരത്തെ കഴിച്ച സ്പോട്ടില്ലേ, ആ സ്പോട്ടിന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് മഞ്ഞ് താഴെ ഒന്നും കാണില്ല നമുക്ക്. ഇപ്പോഴത്തെ സമയം 4:30 ആയിട്ടുള്ളൂ. ഈ സമയം സീസൺ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞിൽ കാണാം. നമ്മൾ രാത്രി വന്നു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ ലാസ്റ്റ് അവിടെ പോയി നിർത്തിയില്ലേ, അവിടെ പോയി റൂം എടുത്തിട്ട് കേൾക്കണില്ലേ? നല്ലൊരു യാത്രയായിരുന്നു. കഴിഞ്ഞ് വന്ന് ഇപ്പം നമ്മൾ ഉടുമൽപേട്ട പെട്രോൾ പമ്പിൻ്റെ അവിടെ വന്ന് നിർത്തി ഒന്ന് പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷായി അവിടെ നിന്ന് എടുത്ത വണ്ടിയാണ്. നല്ലോണം കിടന്നൊന്ന് ഉറങ്ങി. നല്ല ക്ഷീണം പറഞ്ഞാൽ നല്ല ക്ഷീണമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിനകത്ത് തന്നെ ഇരുന്ന് ഒരു റൈഡ് പോയുള്ള കാര്യങ്ങളായിരുന്നുകൊണ്ട് ഇടുപ്പ് ഒരു ചെറിയൊരു പിടുത്തമുള്ളത് കൊണ്ട് മാത്രം കിടന്നത് അങ്ങനെ അറിയാണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എണീച്ച് നോക്കുമ്പോഴാണ് താഴെ എത്തി. പിന്നെ ഇങ്ങനെ ഉറക്കം വന്നില്ല. അങ്ങനെ എണീച്ച് ഇങ്ങനെ വണ്ടി സംസാരിച്ച് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വൈബിൽ അങ്ങനെ അത് പോയി. ഇപ്പം നേരെ ഉടുമ്പൽപ്പെട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറി ഒന്ന് എത്തി. ഇനിയിപ്പോൾ നേരെ കഴിഞ്ഞു ബൈ റോഡ് നേരെ പൊള്ളാച്ചി നേരെ പാലക്കാട് സ്ട്രേറ്റ് ഗോ ടു ഹോം. ബൈക്കിലല്ല കാറില് പൊള്ളാച്ചി